ഈ ഒരു വീഡിയോ ഞാൻ മഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോയ നടത്തിയ യാത്രയിലെയാണ്. വീഡിയോ അവിടെ കിടക്കട്ടെ. നമ്മളിന്ന് സംസാരിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു ക്രിക്കറ്റ് ടോക്കാണിത്. കാരണം ഇന്നിപ്പോൾ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിത് ശർമ്മ നാളത്തെ ടെസ്റ്റ് കളിക്കുന്നില്ല, ബുംറ ആയിരിക്കും ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ. അതായത് രോഹിത് ശർമ്മ ശരിക്കും സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്ന് തന്നെ പറയാം. ഞാൻ രോഹിത് ശർമ്മ സെൽഫ്ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് വിക്കറ്റ് വലിച്ചെറിയാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ഒരു കാര്യം. നമ്മൾ സെൽഫ്ലെസ് എന്നൊക്കെ പറഞ്ഞ് വിക്കറ്റ് വലിച്ചെറിയുമ്പോൾ ശരിക്കും നമ്മുടെ ടച്ച് പോവുകയാണ് ചെയ്യുന്നത്. അത് രോഹിത് ശർമ്മ അറിയാതെ പോയി. അതാണ് ഉണ്ടായത്. ശരിക്കും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി ജയിക്കേണ്ടതായിരുന്നു ഇന്ത്യ. പക്ഷേ ടീമിലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ വെളിവായിക്കൊണ്ട് മൂന്നാമത്തെ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും അശ്വിൻ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഇതാ രോഹിത് ശർമ്മ ഏതാണ്ട് ആ വഴിക്ക് തന്നെ. അതായത് 3-4 പേര് ഇന്ത്യയുടെ ക്യാപ്റ്റനാകാൻ വേണ്ടി ടീമിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നിൽക്കുമ്പോഴാണ് രോഹിത് ശർമ്മ ഈ കഴിഞ്ഞ 3 കളികളിൽ ശരിക്കും ഇന്ത്യയെ നയിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഈ കഴിഞ്ഞ കളി തോറ്റ് ചെന്നപ്പോൾ രോഹിത് ശർമ്മ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്, കളികൾ ജയിക്കും തോക്കും, പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെയാണ്. ഇപ്പോൾ എവിടെ ഞാൻ പണ്ട് നിന്നിരുന്നോ ആ ഒരു സ്ഥലത്ത് തന്നെയാണ്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ ഒരു വർത്തമാനത്തിന് ശരിക്കും. അതേപോലെ തന്നെ രോഹിത് ശർമ്മ ആദ്യത്തെ ടെസ്റ്റ് മുതൽ തന്നെ ഓസ്ട്രേലിയയിൽ കളിക്കണമായിരുന്നു. ഒരുപക്ഷെ കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായേനെ. പക്ഷേ അത് രോഹിത് ശർമ്മ സ്വയം മാറിയിരുന്നു. അത് ശരിക്കും രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അത് പുള്ളിക്ക് എതിരായിട്ട് തന്നെ വന്നു എന്നുള്ളതാണ് ശരിക്കും സത്യം. അതിൻ്റെ നേർക്കാഴ്ചകളാണ് അത്. ശരിക്കും ബുംറ ആ സമയത്ത് ടീമിനെ നന്നായി നയിച്ചു. ഇന്ത്യ ജയിക്കുകയും ചെയ്തു. ആദ്യത്തെ കളി ഇന്ത്യ WTCയുടെ ഫൈനലിലേക്ക് വരും എന്നുള്ളൊരവസ്ഥയിലാണ് രണ്ടാമത്തെ കളി മുതൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനായി വരുന്നതും കളികൾ തോക്കുന്നതും. അപ്പോൾ നാളെ ആരംഭിക്കുന്ന ടെസ്റ്റിൽ ഒരു പക്ഷേ ഇന്ത്യൻ ടീം നന്നായി കളിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ശരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുള്ളൂ. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഫോമല്ല, അല്ലെങ്കിൽ ക്രീസിൽ നിന്ന് കളിക്കാൻ നോക്കിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. രോഹിത് ശർമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് 100% തെറ്റ്. കാരണം കഴിഞ്ഞ കളി 337 റൺസ് ആണ് രോഹിത് ശർമ്മ ക്രീസിൽ നിന്ന് ജയിക്കാനായിട്ട് ശ്രമിച്ചെങ്കിൽ ഒരു പക്ഷേ ആ കളി ജയിക്കുവാൻ സാധിച്ചേനെ എന്ന് തന്നെയാണ് ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷേ വളരെ നെഗറ്റീവായിട്ട് പുള്ളി ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പ് വന്ന് സ്റ്റമ്പിന് പുറത്തേക്ക് പോകുന്ന ബോളിൽ പുള്ളി ഫ്ലിക്ക് ചെയ്യാൻ നോക്കി, കിട്ടിയില്ല. സെക്കൻഡ് സ്ലിപ്പിൽ എഡ്ജ് ചെയ്ത് ക്യാച്ചായി. ഒരവസരം ശരിക്കും നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത് അജിത് അഗാർക്കർ, അതായത് ടീമിൻ്റെ മെയിൻ സെലക്ടർ വന്ന് കളി ഇത്രയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ രോഹിത് ശർമ്മയുടെ ഈ തീരുമാനം വന്നിരിക്കുന്നതിൻ്റെ കാരണം 100% അജിത് അഗാർക്കറിൻ്റെയും അതുപോലെ തന്നെ ഗൗതം ഗംഭീറിൻ്റെയും അടുത്ത് നിന്നുള്ള പ്രഷർ തന്നെയാവും. അവരെ രോഹിത് ശർമ്മയെ പ്രഷറൈസ് ചെയ്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും.
കളിക്കില്ല എന്ന് പറയാൻ ഏതായാലും രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് കരിയറിന് ഒരു അന്ത്യമായി എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഇനിയൊരു ലാസ്റ്റ് കളി കളിക്കുവാനുള്ള ഒരു ചാൻസ് പോലും രോഹിത് ശർമ്മയ്ക്ക് കിട്ടിയെന്ന് വരില്ല. നാളത്തെ കളി കളിച്ചായിരുന്നെങ്കിൽ ഇത് എൻ്റെ ലാസ്റ്റ് കളിയാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാമായിരുന്നു. അതിലൊരു നല്ല ഇന്നിങ്സ് കളിച്ചെങ്കിൽ കുറച്ചെങ്കിലും മുഖം രക്ഷിച്ച് പോകാമായിരുന്നു. ഇതിപ്പോൾ ശരിക്കും ടീമിൽ നിന്ന് ഇറക്കി വിടുന്നത് മാതിരിയായി. ഇതുപോലെ ഒരു അപമാനം വേറെ ഒരു ക്യാപ്റ്റനും നേരിട്ടിട്ടുണ്ടാവില്ല. അത് സ്വയം കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ എന്ത് ആയതുകൊണ്ടാണോ രോഹിത് ശർമ്മ അങ്ങനെ ബാറ്റ് ചെയ്യാൻ ക്രീസിൽ നിൽക്കാനുള്ള മടി കൊണ്ടാണോ പുള്ളി സെൽഫ്ലെസ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്? കാരണം വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞ് ഉറപ്പായിട്ടും ഇന്ത്യ ജയിക്കേണ്ട കളിയാണ് രോഹിത് ശർമ്മ അവിടെ നിന്ന് നല്ല ടച്ച് ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യവും ഇല്ലാണ്ട് 10-12 റൺസ് ഒരു ഓവറിൽ ഗ്ലെൻ മാക്സ്വെലിനെ അടിച്ച ശേഷം വീണ്ടും യാതൊരു നോട്ടവുമില്ലാതെ ആ ബോൾ വെറുതെ വീശി അടിച്ച് എതിലേക്കോ അടിച്ചു വിട്ട് ഔട്ടായ രോഹിത് ശർമ്മയെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ശരിക്കും അർഹിക്കുന്നത് തന്നെയാണ് ഈ ഒരവസ്ഥ. അതായത് ടീമിൽ നിന്ന് പുകച്ച് പുറത്തേ അടിച്ചു എന്നൊക്കെ പറഞ്ഞതിന് തുല്യമാണ് ശരിക്കും. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും കളി തുടങ്ങിയിട്ടുണ്ടാവും നാളത്തെ. ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. എന്നിരുന്നാലും രോഹിത് ശർമ്മ ടീമിലുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ അങ്ങനെ രോഹിത് യുഗത്തിന് അവസാനം കുറിക്കുകയാണ് നാളത്തോടു കൂടി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇന്ത്യ പങ്കെടുക്കുന്ന ഇംഗ്ലണ്ട് ടൂർ ഓഫ് ഇന്ത്യ ആയിരുന്നു. അതിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിക്കൊക്കെ ലീവ് അനുവദിച്ചിട്ടുണ്ട്, ബുംറയ്ക്കും. അതുകൊണ്ട് അത് കഴിഞ്ഞ് കളിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിലായിരിക്കും. അതിലും രോഹിത് ശർമ്മയ്ക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ രോഹിത് ശർമ്മയുടെ ക്രിക്കറ്റ് കരിയറേ ഇല്ലാണ്ടാവുകയായിരിക്കും ഫലം. ഇത് ഒരുപക്ഷെ ഒരു ക്രിക്കറ്ററും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് സ്വയം ചെന്ന് ചാടിയിട്ടുണ്ടാവില്ല. കയ്യിലിരിപ്പ് എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനിയുള്ള സിക്സർ അടി നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് വളരെ അന്യം നിന്ന് പോയി എന്നുള്ള കാര്യം വളരെ മനസ്താപത്തോടു കൂടി അന്ന് നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ ടീമിൽ ഈ കഴിഞ്ഞ 1.5 മാസമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. എന്നാലും ഇതൊക്കെ പോട്ടെ, നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ കളി കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നാളത്തെ കളിയെങ്കിലും, നാളെ തുടങ്ങുന്ന 5ാം ടെസ്റ്റെങ്കിലും ഇന്ത്യ ജയിക്കുന്നു, ബോർഡർ ഗവാസ്കർ ട്രോഫി എങ്കിലും നമ്മൾ റിട്ടേൺ ചെയ്യുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയൊക്കെ ഉള്ളൂ. ഒരു സഞ്ചാര വീഡിയോയിൽ ഇങ്ങനൊരു ടോക്ക് പറയേണ്ടി വന്ന ഒരവസ്ഥ, അത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട്, നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം ആൻഡ് ഗുഡ് ബൈ.